ഇപ്പോൾ ഈ എപ്സ്റ്റീൻ്റെ ഐലൻഡ്, സീക്രട്ട് സൊസൈറ്റി, ഗ്ലോബൽ എലീറ്റ്സ് ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്. അപ്പോൾ ഇതുപോലത്തെ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സീക്രട്ട് സൊസൈറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് മൂവീസും സീരീസും ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരാം. കുറച്ച് കോൺസ്പിരസിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ലിസ്റ്റ് വെർത്തിട്ടായിരിക്കും. ഒന്ന് സേവ് ചെയ്ത് വെച്ചോ, ഇപ്പം അല്ലെങ്കിൽ ഭാവിയിൽ ആവശ്യം. പിന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുബ്രിക്കിൻ്റെ ഐസ് വൈറ്റ് ഷട്ടും മേട്രിക്സ് ഒന്നും ഞാൻ അതിൽ പറയുന്നില്ല. അത് അറിയാമല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ പോയി ആദ്യം അത് കാണും, എന്നിട്ട് ഇത് കണ്ടാൽ മതി. ഫസ്റ്റ് മൂവി ജോണി ഡെപ്പ് അഭിനയിച്ച ദ നയൻത്ത് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് 99 ഇറങ്ങിയത്. സീക്രട്ട് ആയിട്ടുള്ള 2 ബുക്കുകളിനെ അന്വേഷിച്ച് പോകുന്ന ജോണി ഡെപ്പ്. ഈ അന്വേഷിച്ച് പോകുന്ന ബുക്കുകളും ഡെവിളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഒരു സിനിമയാണ്, കണ്ടു നോക്കും. രണ്ടാമത്തെ റോബർട്ട് ഡെനീറോ ഒക്കെ അഭിനയിച്ച 1987 പുറത്തിറങ്ങിയ ദ ഏഞ്ചൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടാണ് റോബർട്ട് ഡെനീറോ ഇതിൽ അഭിനയിക്കുന്നത്. പുള്ളി ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. കേസ് അന്വേഷിച്ച് പോകുമ്പോൾ വേറെ ഒരു ലെവലിൽ എത്തുന്നു കേസ്. അതാണ് ഇതിൻ്റെ കഥ. ബാക്കിയൊന്നും പറയില്ല, ഇങ്ങോട്ട് കാണും. മൂന്നാമത്തെ 2004 ഇറങ്ങിയ ദ മഞ്ചൂരിയൻ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി സിനിമയാണ്. നമ്മൾ കാണുന്നതാണോ റിയാലിറ്റിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ് വേയിൽ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. പടപടേന്ന് പോവും, അതുകൊണ്ട് വലിയ ബോറടിയൊന്നുമില്ല, കണ്ടുപോയി. ഇനി കുറച്ച് പുതിയ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലിങ്ക് ട്വൈസ് എന്ന് പറഞ്ഞിട്ട് 2024 ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. സോയി ക്രാവിറ്റ്സ് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ടെക് ബില്യണർ ഒരു ഐലൻഡിൽ വെച്ചിട്ട് ഒരു പാർട്ടി നടത്തുകയാണ്. അവിടേക്ക് കുറേ ആൾക്കാർ വരുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നത് അറിയാലോ, അതാണ് കഥ. അടുത്തത് ആൻഡ്രൂ ഗാർഫീൽഡ് അഭിനയിച്ച 2018 ഇറങ്ങിയ അണ്ടർ ദി സിൽവർ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അണ്ടർ റേറ്റഡ് സിനിമയാണ്. ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റേറ്റിംഗ് കാണാൻ പറ്റില്ല. പക്ഷേ എനിക്കെന്തോ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ഒരു പെൺകുട്ടിനെ മീറ്റ് ചെയ്യുന്നു, അടുത്ത ദിവസം നോക്കുമ്പോൾ ആ പെൺകുട്ടിനെ കാണാനില്ല. അപ്പോൾ ആ പെൺകുട്ടിനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇനി 2 സീരീസുകളും കൂടി പറഞ്ഞുതരാം. ആദ്യത്തെ സീരീസ് ഒരു ഡോക്യുമെൻ്ററിയാണ്, ദ അമേരിക്കൻ കോൺസ്പിരസി ഒക്ടോബർ മേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സിലുള്ളൊരു സീരീസാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എങ്ങനെ ഉണ്ടാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടാവണം എന്ന് ഞാൻ പറയും. അമ്മാതിരി ഒരു സാധനമാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പറയാനൊന്നും പറ്റില്ല, കണ്ടു. അടുത്തത് കുറച്ച് ഫണ്ണായിട്ടുള്ളൊരു സീരീസാണ്. 2021 ഇറങ്ങിയ 2 സീസണുകളുള്ള ഇൻസൈഡ് ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് നെറ്റ്ഫ്ലിക്സിലുള്ളത്. നിങ്ങൾക്ക് കോൺസ്പിരസിയൊക്കെ ഇഷ്ടമാണെങ്കിൽ യു മസ്റ്റ് വാച്ച് ദിസ് വൺ. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യും.